നമ്മുടെ ജീവിതത്തിലെ ഒരേയൊരു സ്ഥിരമായ സത്യം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് മാറ്റമാണ്. കാരണം മാറ്റമെന്നത് ജീവിതത്തിന്റെ ഒഴിവാക്കാനാവാത്ത ഒരു നിയമം തന്നെയാണ്. എനർജി, ലവ്, ബ്ലിസ്, കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോ ഈ മാറ്റത്തെക്കുറിച്ചും നമ്മുടെ വികാരങ്ങളെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന മനോഹരമായൊരു കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ആളിക്കത്തുന്ന കോപത്തിന്റെ ഒരു കൊടുങ്കാറ്റിൽ നിന്നാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശാന്തനായിരിക്കുന്ന ബുദ്ധന്റെ അടുത്തേക്ക് ഒരാൾ കടുത്ത ദേഷ്യത്തിൽ ഓടി വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തെ നോക്കി വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് ചീത്ത വിളിക്കാൻ തുടങ്ങി. അയാൾ അലറി വിളിച്ചു, "നിങ്ങളൊരു കള്ളനാണ്, നിങ്ങളൊരു തട്ടിപ്പുകാരനാണ്." അയാളുടെ ദേഷ്യം അവിടെ കൊണ്ടും തീർന്നില്ല കേട്ടോ. അയാൾ ബുദ്ധന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പി. എന്നിട്ട് ബുദ്ധൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ വേണ്ടി കാത്തുനിന്നു. പക്ഷേ സംഭവിച്ചത് ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. തികച്ചും ശാന്തമായ ഒരു പ്രതികരണം. ബുദ്ധൻ ഒരു ഭാവഭേദവുമില്ലാതെ തികച്ചും ശാന്തനായി തന്റെ മുഖമന്ന് തുടച്ചു. ഇതൊക്കെ കണ്ടപ്പോ ദേഷ്യം വന്ന ശിഷ്യന്മാർ പ്രതികരിക്കാൻ മുന്നോട്ടു വന്നു. പക്ഷേ അദ്ദേഹം അവരെ കൈകൊണ്ട് തടഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും, എന്തുകൊണ്ടാണ് ഈ നിശബ്ദത? അല്ലേ? ഇത്രയൊക്കെ അപമാനം സഹിച്ചിട്ടും ബുദ്ധൻ എന്തിനാണ് ശാന്തനായിരുന്നത്? ആ ഒരൊറ്റ സംഭവം ആ മനുഷ്യന്റെ ഉള്ളിൽ വലിയൊരു മാറ്റത്തിന് കാരണമായി. അയാൾ ശരിക്കും ഒരു പുതിയ മനുഷ്യനായി മാറി. അന്ന് രാത്രി അയാൾക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. താൻ ചെയ്ത ക്രൂരമായ പ്രവൃത്തിയോർത്ത് അയാളുടെ മനസ്സ് മുഴുവൻ കുറ്റബോധം കൊണ്ട് നിറഞ്ഞു. ഇതൊന്ന് നോക്കൂ. ഇന്നലെ ദേഷ്യവും വെറുപ്പും കൊണ്ട് ജ്വലിച്ചു നിന്ന അതേ മനുഷ്യൻ ഇന്ന് പശ്ചാത്താപത്തിന്റെയും ദുഃഖത്തിന്റെയും കണ്ണീരിൽ കുതിർന്നിരിക്കുകയാണ്. ഒരേയൊരാള്, പക്ഷെ വെറും 24 മണിക്കൂറിനുള്ളിൽ തികച്ചും വ്യത്യസ്തമായ രണ്ടവസ്ഥകൾ. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തതും അയാൾ ബുദ്ധന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിക്കാൻ തുടങ്ങി. അപ്പോൾ ബുദ്ധൻ വളരെ സൗമ്യമായി ഒരു ചോദ്യം ചോദിച്ചു. "സുഹൃത്തേ, ഇന്നലെ ഇവിടെ വന്ന ആ മനുഷ്യൻ എവിടെയാണ്?" ഇതാണ് കേട്ടോ ഈ കഥയിലെ ഏറ്റവും മനോഹരമായ ഭാഗം. ബുദ്ധൻ തുടർന്നു, "നിങ്ങൾ ഇന്നലത്തെ ആളല്ല. അതുകൊണ്ടുതന്നെ ഇന്നലെ മറ്റൊരാൾ ചെയ്ത ഒരു തെറ്റിന് ഇന്നത്തെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്?" ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാണ്. മാറ്റം അത് പ്രകൃതിയിലെ ഒരേ ഒരു സ്ഥിരമായ നിയമമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യവും. ഈയൊരാശയം കുറച്ചുകൂടി നന്നായി മനസ്സിലാക്കാൻ ബുദ്ധൻ ഒരു കിടിലൻ ഉപമ ഉപയോഗിക്കുന്നുണ്ട്: മേഘവും ആകാശവും. ഒന്നാലോചിച്ചു നോക്കൂ. അയാളുടെ ഇന്നലത്തെ കോപം ആകാശത്ത് വന്ന ഒരു കറുത്ത മേഘം പോലെയായിരുന്നു. അത് വന്നു, പിന്നെ അങ്ങു പോയി. ഇന്നത്തെ ഈ പശ്ചാത്താപമോ? അത് വേറൊരു മേഘം. നമ്മുടെ ദേഷ്യം, സങ്കടം, സന്തോഷം ഇതെല്ലാം ഇങ്ങനെ വന്നു പോകുന്ന മേഘങ്ങൾ മാത്രമാണ്. ഒന്നും സ്ഥിരമല്ല. പക്ഷേ ഈ മേഘങ്ങളൊക്കെ എത്ര വന്നുപോയാലും ഒന്നിനെയും ബാധിക്കാതെ, ഒരു മാറ്റവുമില്ലാതെ ശാന്തമായി അവിടെ നിൽക്കുന്നൊരാളുണ്ട്. അതാണ് ആകാശം. അപ്പോ ആരാണ് ആ ആകാശം? അതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. നിങ്ങളാണ് ആ സാക്ഷി. അതായത് നമ്മുടെ സ്വഭാവങ്ങളല്ല നമ്മൾ നമ്മുടെ ദേഷ്യമോ സങ്കടമോ സന്തോഷമോ അല്ല. മറിച്ച് ഇതൊക്കെ വന്നു പോകുന്നത് നിരീക്ഷിക്കുന്ന, കാണുന്ന ആ സാക്ഷിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ. അപ്പോ ഈ കഥ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, നമ്മൾ സ്വീകരിക്കാത്ത ഒരു സമ്മാനം കൊണ്ടുവന്നയാൾക്ക് തന്നെ സ്വന്തമാണ്, അല്ലേ? അതുപോലെ ബുദ്ധൻ ആ അധിക്ഷേപം സ്വീകരിച്ചില്ല. അതുകൊണ്ട് അതാ മനുഷ്യന്റെ മാത്രം ഭാരമായി മാറി. രണ്ടാമതായി, നമ്മൾ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ നമ്മളല്ല ഇന്ന്. അതുകൊണ്ട് തന്നെ മാറ്റം മാത്രമാണ് ഈ ജീവിതത്തിലെ ഒരേ ഒരു സ്ഥിരമായ സത്യം. ഈ കഥ നൽകുന്ന ഒരു ശാന്തതയും തിരിച്ചറിവും നിങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിക്കട്ടെ. ഇത് കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.